ഇവിടെ പ്രതിപക്ഷ നേതാവ് ഞാൻ ആ +2 ബന്ധപ്പെട്ട വിഷയത്തിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. എന്ത് വലിയ തോതിലാണ് അദ്ദേഹം മലബാറിന് വേണ്ടി വാദിക്കുന്നത്. അദ്ദേഹമല്ലേ നിങ്ങളുടെ കാലത്ത് അബ്ദുൾ റബ്ബു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 33 സ്കൂളുകൾക്ക് +1 സീറ്റ് കൊടുത്തപ്പോൾ എന്തായിരുന്നു VD സതീശൻ പറഞ്ഞത്? ഇത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാകും, ഇത് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും. ബഹുമാനപ്പെട്ട മഞ്ഞള പുള്ളിയാരി സാഹിബ് അവിടെ ഉണ്ട്. 5ാം മന്ത്രിസ്ഥാനത്തിന് വിവാദം. ഇതേ പ്രതിപക്ഷ നേതാവും കൂട്ടരും നടത്തിയിട്ടുള്ള പ്രസംഗം സമുദായ ധ്രുവീകരണം വരാൻ പോകുന്നു. ഇതല്ലേ നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളത്? ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. സഭയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ചർച്ചയ്ക്കിടെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അതും UDFനെ നോക്കിയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. 2011 മുതൽ 16 വരെ കേരളം ഭരിച്ചിരുന്നത് UDF സർക്കാരായിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. ആ സമയത്ത് സഭയിലെ പ്രധാനപ്പെട്ട ഭരണപക്ഷ MLAമാരിൽ ഒരാളായിരുന്ന VD സതീശൻ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിരുന്ന മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ലീഗ് മറന്നുപോയോ എന്നാണ് PP ചിത്തരഞ്ജൻ ചോദിക്കുന്നത്. മാത്രമല്ല ലോക്സഭാ ഇലക്ഷനിലെ പരാജയത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നമുക്ക് ചിത്തരഞ്ജൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. UDFിൻ്റെ നേതാക്കന്മാർ അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ളത്. പണ്ട് മഹാനായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷത്തേക്ക് കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന്. ആ 100 വർഷത്തേക്ക് അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ നേതാവ് ഒന്നിറങ്ങി ഉണരുന്നതിന് മുമ്പായി തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് അധികാരത്തിൽ വന്നു എന്നുള്ളത് അവരെല്ലാം ഒന്ന് ഓർക്കണമെന്നാണ് എനിക്ക് തുടക്കത്തിലേ സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ കുഴൽനാടൻ കുറേ കണക്കുകൾ പറഞ്ഞു. സർ, ഈ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഒരേ നിലയിലാണോ വോട്ടിംഗ് പാറ്റേൺ? അദ്ദേഹം കണക്ക് ഇവിടെ അവതരിപ്പിച്ചല്ലോ. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 1984 ശേഷമുള്ള 40 വർഷക്കാലത്തിൽ 11 തെരഞ്ഞെടുപ്പ്, ലോകസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ നോക്കിയായിരുന്നു. ആ 11 തെരഞ്ഞെടുപ്പുകളിൽ 2004 ഒഴിച്ച് ബാക്കി ഏത് തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ കിട്ടിയിട്ടുള്ളത്? ഞങ്ങൾക്ക് എത്ര ശതമാനം അന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട്? എന്നാൽ അത് കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എന്തായിരുന്നു കേരളത്തിൻ്റെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ തവണ കണ്ടതല്ലേ. അതുകൊണ്ട് ഈ കണ്ടാലും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊള്ളുമ്പോൾ പഠിച്ചോളൂ. ഞങ്ങളൊരു കാര്യം പറയുന്നു, ഞങ്ങൾ ഈ പരാജയത്തെ, ജനവിധിയെ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ തലകുനിക്കുകയാണ്. ഞങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇവിടെ ശ്രീ കാനത്തിൽ ജമീല സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ചരിത്രത്തെ പഠിച്ചും വിലയിരുത്തിയും അതോടൊപ്പം തന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഞാൻ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇവിടെ തൃശ്ശൂരിലെ ജയത്തെക്കുറിച്ച് ചർച്ച നടന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് അവർ വോട്ട് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തുന്ന ആൾക്കാരോട് ഒരു ചെറിയ ഒന്ന് പുറന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങൾ പണ്ട് ഈ കേരളത്തിലുണ്ടാക്കിയ കോലീബി സഖ്യമൊന്നും മറന്നുപോകരുത്. നിങ്ങൾ വടകരയിലും ബേപ്പൂരിലും ഉണ്ടാക്കി ശ്രമിച്ച ഒരു പരീക്ഷണമുണ്ടല്ലോ, കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ പരീക്ഷണം. അന്ന് നിങ്ങളവരെ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചവരാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം 2014 അവർക്ക് 4 സീറ്റ് അന്നത്തെ സന്ദർഭത്തിൽ അസംബ്ലിയിൽ ലീഡുണ്ടായിരുന്നു. പിന്നെ അവർ ഒന്നും ജയിച്ചിട്ടില്ല. അതുകൊണ്ട് 11 സീറ്റിൽ ഇപ്പോൾ അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങളതുകൊണ്ടൊന്നും പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പൊന്ന് വരട്ടെ. എന്തായിരുന്നു ഇവിടെ വടകരയെ സംബന്ധിച്ച് പറഞ്ഞു? വടകരയും പാലക്കാടും തമ്മിലുണ്ടാക്കിയ കരാർ, ആ കരാർ എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ അന്തർധാര കഴിയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ മുസ്ലിം ലീഗിന് വർദ്ധിത വീര്യമാണ്. അവർക്ക് വോട്ട് കൂടുന്നു, ഞങ്ങൾക്ക് സന്തോഷമാണ്. ജയിച്ചു, ജയത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷെ നിങ്ങൾ ധൈര്യമായി പോയിട്ടുള്ള കാലമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊന്നും മറന്നു പോകരുത്. ഇന്നലെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറയുന്നത് കേട്ടു, ഞങ്ങളെ വല്ലാതെ ആക്ഷേപിക്കുന്നത് കേട്ടു. ആ ആക്ഷേപമൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം അവർ ഓർത്താൽ നന്നായിരിക്കും. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഞാൻ ആ +2 ബന്ധപ്പെട്ട വിഷയത്തിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. എന്ത് വലിയ തോതിലാണ് അദ്ദേഹം മലബാറിന് വേണ്ടി വാദിക്കുന്നത്.
അദ്ദേഹമല്ലേ നിങ്ങളുടെ കാലത്ത് അബ്ദുൾ റബ്ബു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 33 സ്കൂളുകൾക്ക് +1 സീറ്റ് കൊടുത്തപ്പോൾ എന്തായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത്? ഇത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാകും, ഇത് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും. ബഹുമാനപ്പെട്ട മഞ്ഞളാ പുള്ളിയാരി സാഹിബ് അവിടെ ഉണ്ട്. 5ാം മന്ത്രിസ്ഥാനത്തിന് വിവാദം. ഇതേ പ്രതിപക്ഷ നേതാവും കൂട്ടരും നടത്തിയിട്ടുള്ള പ്രസംഗം സമുദായ ധ്രുവീകരണം വരാൻ പോകുന്നു. ഇതല്ലേ നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളത്? ഞങ്ങൾ വളരെ വ്യക്തമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിം ജനവിഭാഗങ്ങൾ അടങ്ങുന്ന ജനങ്ങളുടെ താല്പര്യങ്ങളെ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങൾ ഒരിക്കൽക്ക് പോലും വിവേചനം കാണിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, MA ബേബി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന വേളയിലാണല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ അലിഗഡിന്റെ ഓഫ് ക്യാമ്പസ് ആക്കി മാറ്റിയത്. ആ ചരിത്രം മാത്രമാണോ? ചരിത്രം എന്തെല്ലാം പറയാനുണ്ട്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗുകാരൊന്ന് കേൾക്കണം, അവശേഷിക്കുന്ന ലീഗുകാർ. ആ മലപ്പുറം ജില്ലയുടെ രൂപീകരണം EMSന്റെ ഗവൺമെന്റ് നടത്തുന്ന കാലത്ത് എന്തായിരുന്നു കോൺഗ്രസ്സുടെ നിലപാട്? അന്നത്തെ കോൺഗ്രസിന്റെ നിലപാട് ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവർ നടത്തിയ കലാപം, പ്രസംഗങ്ങൾ, വിദ്വേഷങ്ങൾ, അവർ നടത്തിയിട്ടുള്ള പ്രചരണം, ആ ചരിത്രമൊന്നും നിങ്ങൾ മറന്നുപോകരുത്. താനൂർ കടപ്പുറത്ത് കപ്പലിൽ പാകിസ്ഥാനികളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയിട്ടുള്ളവരായിരുന്നു കോൺഗ്രസ്സുകാർ. അന്ന് ജനസംഘവുമായി ചേർന്ന് അതിനെതിരായി, അന്ന് ജനസംഘമാണ്, അത് BJP ഒന്നുമില്ല, പോയിക്കളയല്ലേ സാഹിബേ. അന്ന് സമരം നടത്തിയവരാണ് ആര്? കോൺഗ്രസ്. ആ കോൺഗ്രസിനെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഞങ്ങളെടുത്തോളം വളരെ വ്യക്തമായ ഒരു കാര്യം പറയാം, ഞങ്ങൾ ഇതിനെല്ലാം നേരിട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അല്ലാതെ സ്വപ്നം കാണുകയാണ് അടുത്ത ഗവൺമെന്റിനെ കുറിച്ച്. കാരണം നല്ല കൊയ്ത്തായിരുന്നല്ലോ. കേരളത്തിലെ ജനങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഇതിനെ ഓരോന്ന് വിലയിരുത്തും. എന്തായിരുന്നു 2011-16 ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ലേലം വിളിച്ച് വിൽക്കുകയല്ലേ? ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും ഒന്നിച്ചെടുത്തു എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രി ഈ കേരളം കണ്ടതല്ലേ? 100 വള്ളക്കുടം വീതം ഒരു വർഷക്കാലം പൂട്ടാൻ പറഞ്ഞ കേരളത്തിന്റെ ഗവൺമെന്റ്, UDFന്റെ ഗവൺമെന്റ്. ഞങ്ങൾ അങ്ങനെയാണോ പൊതുവിദ്യാഭ്യാസത്തെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്ന് സർക്കാർ സ്കൂളുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം അതിനെ ലേലം വിളിച്ച് വിൽക്കുകയല്ലായിരുന്നു. കൊല്ലത്തൊരു ലീഗിന്റെ നേതാവ് കശുവണ്ടി ഫാക്ടറി അടച്ചിട്ട് അവിടെ B.Ed കോളേജ് ആരംഭിച്ചു. പലയിടത്തും അങ്ങനെയായിരുന്നു. അവരുടെ സ്ഥാപനം അടച്ച് കോളേജാണ്. കാരണം എന്താ? ആവശ്യത്തിന് വിൽക്കാം, ആർക്കും വരാം, എവരിക്കും വരാം, ഏത് മണ്ടരിക്കും വരാം. ഇതല്ലായിരുന്നു കേരളത്തിന്റെ അവസ്ഥ. ലേലം വിളിച്ച് വിൽക്കുകയായിരുന്നു അന്ന് മുസ്ലിം ലീഗും അന്ന് UDFും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെങ്കിൽ. പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങൾ അഭിമാനബോധത്തോട് പറയുന്നു, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ പൊതുജനാരോഗ്യം ലോകത്തിന് മാതൃകയാകുന്ന നിലയിലേക്ക് വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞൊരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആഗ്രഹിക്കുകയാണ്.